ദേശാഭിമാനിയിലെ ഫ്രണ്ട് പേജിനെ കുറിച്ച് ഒരു വിശകലനം വേണമെന്ന് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും മനു ചേരണമെന്നായിരുന്നു ആവശ്യം. മനു എന്തായാലും തൽക്കാലം ഇവിടെയില്ല. നമുക്ക് ന്യൂസ് ഡെസ്കിൽ രേണുക തയ്യാറായിട്ടുണ്ട്. രേണുകയിലേക്കൊന്ന് പോകാം. തീർച്ചയായിട്ടും സുന്ദരി, ഇന്ന് രാവിലത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് എടുത്ത് നോക്കുന്ന ആരായാലും ചിന്തിച്ചു പോകും, ഇതെന്താ ഈ 2026-ൽ ഇങ്ങനൊരു പത്രം, അല്ലെങ്കിൽ പൂട്ടലിൻ്റെ വക്കിൽ KSRTC, ഇന്നു മുതൽ ലോഡ് ഷെഡിങ്, പരീക്ഷയില്ല, പാഠപുസ്തകമില്ലാതെ എന്നുള്ള തരത്തിൽ ഒരു വികസനവുമില്ലാത്ത ഒരു കേരളം. ഇതെന്താ ദേശാഭിമാനി പോലെയുള്ളൊരു പത്രം ഇത്തരത്തിൽ 1-ാം പേജിൽ ഇങ്ങനെ ഒരു വാർത്ത നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് യഥാർത്ഥത്തിൽ 2016 വരെയുള്ള കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും 1-ാം പേജ് ഇങ്ങനെ തന്നെയായിരുന്നു. 2016-ൽ ഒരുപക്ഷെ വികസന വിരോധികളായിട്ടുള്ള UDFൻ്റെ ഭരണകാലത്ത് ഇത് തന്നെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ, പത്രങ്ങളുടെ എല്ലാം 1-ാം പേജ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വിപ്ലവാത്മകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ പത്രത്തിൻ്റെ 2-ാം പേജ് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഒരു കമ്പാരിസൺ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിൻ്റെ സത്യമാണ്. അല്ലെങ്കിൽ കേരളത്തിൽ 10 വർഷക്കാലം കൊണ്ട് LDF ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റങ്ങളുടെ കൃത്യമായിട്ടുള്ള വരച്ച് കാണിക്കലാണ് ദേശാഭിമാനിയുടെ 1-ാം പേജും 2-ാം പേജും എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിട്ടുള്ളത്, ഇന്നു മുതൽ കേരളത്തിൽ 1 മണിക്കൂർ ലോഡ് ഷെഡിങ് എന്നാണ്. പക്ഷേ ഇന്ന് 2026-ൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്താണ് ലോഡ് ഷെഡിങ് എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ 1 മണിക്കൂറും 2 മണിക്കൂറും ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന ഒരു കാലം. ഇന്നിപ്പോൾ SSLC പരീക്ഷ തുടങ്ങുകയാണ്. SSLC പരീക്ഷ തുടങ്ങുന്ന സമയത്ത് കറണ്ടില്ലാതെ മണ്ണെണ്ണ വെളിച്ചത്തിരുന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചിരുന്നൊരു കാലം 2024-ൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു നേർസാക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ വൈദ്യുതി മേഖല അങ്ങനെയല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന് കേരളത്തിൽ KSEB ആണ് എന്നുള്ള ഒരു മാറ്റം, പവർ കട്ടില്ലാത്ത 10 വർഷം എന്നുള്ള മാറ്റമാണ് അതിലേറ്റവും ലീഡായിട്ടുള്ള വാർത്ത. മറ്റൊന്ന് KSRTC ആണ്. KSRTC അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ ആര്യാടൻ മുഹമ്മദ് എല്ലാ സമയവും വാർത്താ സമ്മേളനം വിളിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം, KSRTC നഷ്ടത്തിലാണ്, KSRTCയുടെ വാഹനങ്ങൾ വിൽക്കാൻ പോവുകയാണ്, ഒരു നിലയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് KSRTCയുടെ എന്നായിരുന്നു. ഒരു പക്ഷേ 124 കോടിയോളം രൂപ നഷ്ടത്തിൽ കിടന്നിരുന്ന KSRTC, ആളുകൾക്ക്, ജീവനക്കാർക്ക് നിത്യേന ശമ്പളം മുടങ്ങിയിരുന്ന KSRTC ഇന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മാറി. നമുക്കറിയാം, ഡിസംബർ മാസം മാത്രം, അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനം മാത്രം ഏകദേശം 10 കോടിയോളം രൂപ ലാഭത്തിലേക്ക് വന്ന KSRTC ആയി ഇന്നത്തെ KSRTC മാറി. എല്ലാ ഡിപ്പോകളും ലാഭത്തിലേക്ക് മാറിയിട്ടുള്ള KSRTC ആയി 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ LDF ഗവൺമെന്റിന്റെ കാലത്തെ KSRTC മാറി എന്നുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്